ഞാൻ ഇവിടുത്തെ വാർഡിലെ മെമ്പറാണ്. ഞാൻ പഞ്ചായത്തിലിരിക്കുന്ന സമയത്ത് നമ്മുടെ ആശാ വർക്കർ അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ഫീൽഡിൽ പോയിട്ട് വരുന്ന വഴിക്ക് ഇങ്ങനെ കാറ്റടിച്ച സമയത്ത് ഒരു സ്മെല്ല് വരികയും അത് ഒരു വല്ലാതെ എന്തോ ചത്തഴുകിയ ഒരു സ്മെല്ലാണെന്നാണ് എന്നോട് പറഞ്ഞത്. ആ സ്മെല്ല് വരുന്ന കാരണം വല്ല പട്ടിയോ പൂച്ചയാണോ എന്തെങ്കിലും വഴിയിൽ ചത്ത് കിടക്കുവാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് കയറി ഒന്ന് നോക്കിയ വഴിക്കാണ് ഇങ്ങനെ മരത്തിൽ രണ്ട് കാല് കണ്ട് അവർ പേടിച്ച് ഭയന്ന് റോഡിലിറങ്ങി പരിസരവാസികളായ സതീശൻ എന്ന് പറയുന്ന പുള്ളിയെയും ആ ചേച്ചിയുടെ ഭർത്താവായ ബാബുവിനെയൊക്കെ വിളിച്ച് അറിയിച്ച പ്രകാരം അതിനെ തുടർന്ന് തന്നെ 2:01 തന്നെ പഞ്ചായത്തിലിരിക്കുന്ന എന്നെ വിളിച്ച് ആശാ വർക്കർ ഇങ്ങനെ ആരാണെന്ന് അറിയില്ല, ആരോ ഇവിടെ തൂങ്ങി നിൽക്കുന്നതായിട്ട് ഞാൻ 2 കാല് കണ്ടു, മെമ്പർ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഓടി ഇവിടെ വരും. ഞാനും 8-ാം വാർഡിലെ മെമ്പറായ ബിനൂസി ചാക്കോയും കൂടെ ആദ്യം ഇവിടെ വരികയും വന്ന് ആശാ വർക്കറും ഞങ്ങൾ 4 പേരും കൂടി ആ ബോഡിയുടെ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ ഞങ്ങൾക്ക് നേരിട്ട് കണ്ടിട്ടുള്ളതായിട്ടോ യാതൊരു പരിചയവുമില്ല. എൻ്റെ വാർഡിലുള്ള ഒരു വ്യക്തിയല്ലാത്ത ഒരു മുഖമുള്ള ആ വ്യക്തിനെയാണ് ഞാൻ കണ്ടത്. ഇത് എവിടെ ഉള്ളതാണെന്നോ എന്താണെന്നോ ഒരു രേഖയും നമുക്ക് നേരിട്ട് അറിയില്ല. അത് ഉടനെ തന്നെ ഞങ്ങൾ ഇവിടെ വെച്ച് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഏരൂർ പോലീസ് സ്റ്റേഷനിലെ എസ്ഐയെ വിളിച്ച് അറിയിക്കുകയും അതിനെ തുടർന്നുള്ള നടപടിക്രമങ്ങളിൽ പോലീസ് ഇവിടെ വരികയും ബോഡി കണ്ടിട്ട് പോയി ബാക്കി നടപടിക്രമങ്ങൾ. കൊല്ലമഞ്ചൽ അലേമണിലാണ് മധ്യവയസ്കനെ റബ്ബർ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിന് 3 ദിവസത്തോളം പഴക്കമുണ്ട്. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. അലേമൺ പഞ്ചായത്ത് ഓഫീസിന് പിന്നിലുള്ള റബ്ബർ തോട്ടത്തിലെ റബ്ബർ മരത്തിലാണ് 40 വയസ്സോളം തോന്നിക്കുന്ന ആളെ തൂങ്ങി മരിച്ച നിലയിൽ ഇന്ന് ഉച്ചയോടുകൂടി കണ്ടെത്തിയത്. ഇതുവഴി പോയ ആൾക്കാർക്ക് അസഹനീയമായ ദുർഗന്ധമുണ്ടായതിനെ തുടർന്ന് റബ്ബർ തോട്ടത്തിൽ കയറി നോക്കിയപ്പോഴാണ് മധ്യവയസ്കരെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ളവർ സ്ഥലത്തെത്തുകയും ഏരൂർ പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്തു. ഏരൂർ പോലീസ് സംഭവ സ്ഥലത്തെത്തി വിരലടയാള വിദഗ്ധരെയും സയന്റിഫിക് ഉദ്യോഗസ്ഥരെയും സ്ഥലത്തെത്തിച്ച തെളിവുകൾ ശേഖരിച്ചു. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. എന്നാൽ പഞ്ചായത്ത് മെമ്പറും നാട്ടുകാരും പറയുന്നത് ഒരാൾ ഈ പ്രദേശവാസിയല്ലെന്നും യാതൊരു തരത്തിലും പരിചയമില്ലെന്നുമുള്ള വിവരമാണ് പഞ്ചായത്ത് മെമ്പർമാരും പൊതുജനങ്ങളും പറയുന്നത്. ഏരൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കേരള സിനിമ ന്യൂസ്, അഞ്ചൽ.